കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപ്പീലിൽ വിധി തിങ്കളാഴ്ച. ഭാര്യ കെ മഞ്ജുഷയുടെ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന സിയാദ്, കുടുംബത്തിന്റെ ഒരു പ്രധാന ആവശ്യമാണ് സിബിഐ അന്വേഷണം വേണം എന്നുള്ളത്. ഇതിൽ വാദപ്രതിവാദങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. വിധി ഏത് രീതിയിലാകും അപ്പീലിൽ വരിക? ഏത് രീതിയിലാണ് കോടതി ഇത് പരിഗണിക്കുന്നത്? തിങ്കളാഴ്ച ജസ്റ്റിസ് പി.ബി. സുരേഷ് കുമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീലിൽ വിധി പറയുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയിരുന്നു. അതായത് CBI അന്വേഷണം വേണം എന്ന ആവശ്യം ഭാര്യ ഉന്നയിക്കുകയും അത് അനുവദിക്കാൻ പറ്റില്ല, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്, അതിൽ DGP അടക്കം ഇതിൽ മേൽനോട്ടം വഹിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിൽ ഭാര്യ അപ്പീലുമായി എത്തിയത്. ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഭാര്യയുടെ വാദം ഈ കൊലപ്പെടുത്തിയതാകാമെന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരാതി അന്വേഷിക്കാൻ, അതായത് കൊലപ്പെടുത്തിയതാകാം എന്ന പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്ന് ഹർജിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. മരണം അറിഞ്ഞത് മുതൽ പോലീസ് സംഘം പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് വ്യക്തമാക്കി പോലീസ് നൽകിയ സത്യവാങ്മൂലത്തിൽ അന്വേഷണം തുടരുന്നതായും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നതായിരുന്നു അഭിഭാഷകനായ കെ രാംകുമാർ അന്ന് കോടതിയിൽ ചോദിച്ചത്. ഏതായാലും ഇത്തരം വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോടതി തിങ്കളാഴ്ച ഈ കേസിൽ വിധി പറയുന്നത്. ശരി ഷബ്ന, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി അപ്പീൽ വിധി തിങ്കളാഴ്ച പറയും എന്നുള്ളതാണ് ഷബ്ന നൽകിയ വിവരം.